നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബംഗളൂരു ഹൈദരാബാദ് ദേശീയപാതയിൽ ബസ്സിന് തീപിടിച്ച് 32 പേർക്ക് ദാരുണാന്ത്യം. കുർണൂൽ ജില്ലയിലെ ചിന്ന ടെഗുരു ഗ്രാമത്തിൽ വെള്ളിയാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം അരങ്ങേറിയത്. കാവേരി ട്രാവൽസിന്റെ ബസ്സിനാണ് തീപിടിച്ചത്. ബസ് ഒരു ബൈക്കിൽ ഇടിച്ചതിനെ തുടർന്നാണ് തീപിടിച്ചതെന്നാണ് വിവരം. 42 പേരാണ് ബസ്സിനുള്ളിൽ ഉണ്ടായിരുന്നതെന്നും വിവരമുണ്ട്. മിനിറ്റുകൾക്കുള്ളിൽ വാഹനം പൂർണ്ണമായും കത്തിനശിച്ചു. 12 യാത്രക്കാർ എമർജൻസി വിൻഡോ വഴി രക്ഷപ്പെട്ടെന്നും മറ്റുള്ളവർ അകത്ത് കുടുങ്ങിക്കിടക്കുകയായിരുന്നുവെന്നുമാണ് റിപ്പോർട്ട്. സംഭവത്തിൽ മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു അനുശോചനം അറിയിച്ചു. കർണൂൽ ജില്ലയിലെ ചിന്ന ടെക്കൂർ ഗ്രാമത്തിനടുത്തുണ്ടായ ബസ് തീപിടുത്തത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് എന്റെ ഹൃദയംഗമായ അനുശോചനം അറിയിക്കുന്നു. പരിക്കേറ്റവർക്കും ദുരിതബാധിതരായ കുടുംബാംഗങ്ങൾക്കും സർക്കാർ അധികാരികൾ സാധ്യമായ എല്ലാ പിന്തുണയും നൽകുമെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. ബസിന്റെ ഡ്രൈവറും ക്ലീനറും ഓടി രക്ഷപ്പെട്ടുവെന്ന റിപ്പോർട്ടും പുറത്തുവരുന്നുണ്ട്. ഹൈദരാബാദിൽ നിന്ന് ബംഗളൂരുവിലേക്ക് പോയ വി കാവേരി ട്രാവൽസ് വോൾവോ ബസ് NH-44 വെച്ച് ഒരു ബൈക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ചിന്ന ടെക്കൂർ ഗ്രാമത്തിന് സമീപം പുലർച്ചെ 3 മണിക്കാണ് ഈ ഒരു അപകടം നടന്നതെന്നാണ് കർണൂൽ SP വിക്രാന്ത് പട്ടേൽ പറഞ്ഞത്. ബസ് ഒരു ഇരുചക്ര വാഹനത്തിൽ ഇടിച്ചു. 200 മീറ്ററോളം മുന്നോട്ട് ബൈക്കുമായി ബസ് നീങ്ങിയെന്നാണ് പറയുന്നത്. ഇന്ധന ടാങ്ക് പൊട്ടിത്തെറിച്ചതായിരിക്കാം അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. 2 മിനിറ്റുകൾക്കുള്ളിൽ ബസ് കത്തി നശിച്ചു. ഇത് ഒരു AC ബസ് ആയതിനാൽ യാത്രക്കാർക്ക് ജനാലകൾ പൊട്ടിക്കേണ്ടി വന്നു. അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞവർ സുരക്ഷിതരാണ്. ഇതുവരെ 15 യാത്രക്കാരും 3 ജീവനക്കാരും തീയിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇവരെ രക്ഷപ്പെടുത്തി അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റി. തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. മരിച്ചവരിൽ പലരും പൂർണ്ണമായും കത്തിക്കരിഞ്ഞതിനാൽ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ അധികൃതർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഹൈദരാബാദിലെ വി കാവേരി ഹെഡ് ഓഫീസിൽ നിന്നുള്ള യാത്രക്കാരുടെ വിവരങ്ങൾക്കായി അവർ കാത്തിരിക്കുകയാണ്. അപകട സ്ഥലത്ത് നിന്ന് മൃതദേഹങ്ങൾ നീക്കം ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രിയും YSRCP പ്രസിഡന്റുമായ YS ജഗൻമോഹൻ റെഡ്ഡിയും സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി. സംഭവത്തെ അങ്ങേയറ്റം ദുഃഖകരമെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. പരിക്കേറ്റവർക്ക് അടിയന്തര സാമ്പത്തിക സഹായം നൽകണമെന്നും മികച്ച വൈദ്യസഹായം ഉറപ്പാക്കുമെന്നും അദ്ദേഹം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കുർണൂൽ MP ബസ്മതി നാഗരാജു സംഭവസ്ഥലത്ത് പരിശോധന നടത്തുകയും ഉദ്യോഗസ്ഥരുമായി കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം രക്ഷാപ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനും മേൽനോട്ടം വഹിക്കുന്നതിനുമായി ആഭ്യന്തരമന്ത്രി അനിത സംഭവസ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. വോൾവോ ബസിന്റെ ഡ്രൈവർ മിരിയാല ലക്ഷ്മിയ, സഹ ഡ്രൈവർ G ശിവനാരായണ, ക്യാബിൻ അറ്റൻഡന്റ് മിരിയാലെ അശോക് എന്നിവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇവർ തുടർന്ന് അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു. ഹൈദരാബാദ് ബംഗളൂരു റൂട്ടിൽ നടക്കുന്ന രണ്ടാമത്തെ വലിയ ബസ് തീപിടിക്കലാണിത്. 2013 ഒക്ടോബർ 30 ബംഗളൂരുവിൽ നിന്ന് ഹൈദരാബാദിലേക്ക് വരികയായിരുന്ന ഒരു സ്വകാര്യ ബസിന് ഹൈദരാബാദിൽ നിന്ന് ഏകദേശം 140 കിലോമീറ്റർ അകലെ മഹബൂബ് നഗർ ജില്ലയിലെ പാലത്തിന് സമീപം തീപിടിച്ച് 45 പേർ അന്ന് മരിച്ചിരുന്നു. വാഹനത്തിനുള്ളിൽ കട്ടിയുള്ള പുകയും തീയും നിറഞ്ഞതിനാൽ എക്സിറ്റ് പോയിന്റിലേക്ക് പ്രവേശനം ലഭിക്കാതെ ആശയക്കുഴപ്പം മൂലം പലരും അകത്ത് കുടുങ്ങുകയായിരുന്നു. ചില യാത്രക്കാർക്ക് നിസ്സാര പരിക്കുകളോടെ എമർജൻസി എക്സിറ്റ് വഴി രക്ഷപ്പെടുവാനും കഴിയുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബസിലെ ഡ്രൈവറും ക്ലീനറും ഓടി രക്ഷപ്പെട്ടുവെന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.